ഈ മാസം 19 മാർഗശീർഷ് അമാവാസി വെള്ളിയാഴ്ചയാണ്. ഈ അമാവാസി വെള്ളിയാഴ്ചയോടൊപ്പം വന്നതുകൊണ്ട് ഇതിനെ ശുക്ര അമാവാസി എന്ന് പറയുന്നു. അതുമാത്രമല്ല 2025 അവസാനത്തെ അമാവാസിയും ഇതാണ്. ശക്തിയേറിയ ഈ അമാവാസി ദിവസം വേപ്പ് മരത്തിനടുത്ത് ഇത് മാത്രം വെച്ചാൽ മതി. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും എല്ലാം ഒഴിഞ്ഞുപോകും. നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞ് ലക്ഷങ്ങളല്ല കോടികൾ വന്നു ചേരും. തൊടുന്നതെല്ലാം സ്വർണം പോലെ മാറും. അത്രയും ശക്തിയോടെ ഈ പരിഹാരം പ്രവർത്തിക്കും. ഈ പരിഹാരം ചില നിയമങ്ങളോടെ ചെയ്യേണ്ടതുണ്ട്. ഈ ചെറിയ പരിഹാരം ചെയ്താൽ 2 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ദാരിദ്ര്യം മുഴുവൻ മാറി ലക്ഷങ്ങളല്ല കോടികൾ വന്നു ചേരും. ഇനി നിങ്ങൾക്ക് തിരിച്ചടിയുണ്ടാകില്ല. തിരിച്ചടിയില്ലാത്ത രാജയോഗം ലഭിക്കും. ഇനി ഈ ദീപാവലി അമാവാസി ദിവസം വേപ്പ് മരത്തിന്റെ ചുവട്ടിൽ എന്താണ് ഇടേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, വീഡിയോ ഒരിടത്തും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേട്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി പിന്തുണയ്ക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കമന്റ് ബോക്സിൽ ഓം ലക്ഷ്മി നമോ നമ എന്ന് കമന്റ് ചെയ്യുക. കാലിൽ കറുത്ത ചരട് കെട്ടാൻ കാത്തിരിക്കുന്നവർ ഏത് ദിവസമാണ് കാലിൽ കറുത്ത ചരട് കെട്ടിയാൽ നല്ല ഫലങ്ങൾ ലഭിക്കുക എന്ന് ആലോചിക്കുന്നവർ ഈ അമാവാസി ദിവസം ഭംഗിയായി ഇടത് കാലിൽ കറുത്ത ചരട് കെട്ടുക. അത് മാത്രമല്ല, കാലിൽ കെട്ടിയ കറുത്ത ചരട് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ദിവസം മാറ്റാവുന്നതാണ്. അതായത് കാലിൽ കറുത്ത ചരട് കെട്ടിയാൽ 6 മാസത്തിനു ശേഷം അതിന്റെ ഊർജം നഷ്ടപ്പെടും. അതായത് ദൃഷ്ടിദോഷം തട്ടാതെ തടയുന്ന ശക്തി നഷ്ടപ്പെടും. അപ്പോൾ ആ കറുത്ത ചരട് അഴിച്ചുമാറ്റി ഏതെങ്കിലും മരത്തിൽ ഉപേക്ഷിച്ച് മറ്റൊരു കറുത്ത ചരട് കെട്ടണം. കാലിൽ കറുത്ത ചരട് കെട്ടുന്നതിനു മുമ്പ് ഇഷ്ടദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ലം 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 ഓം ലം 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 ദൃഷ്ടി നിവാരയാമി നിവാരയാമി എന്ന മന്ത്രം 3 തവണ ജപിച്ച് അതിനുശേഷം കറുത്ത ചരട് കാലിൽ കെട്ടുക. ഇങ്ങനെ കെട്ടിയാൽ നിങ്ങൾക്ക് ഒരു ദൃഷ്ടിദോഷവും തട്ടാതെയിരിക്കും. ഈ അമാവാസി ഈ വർഷത്തിലെ അവസാന അമാവാസി ആയതുകൊണ്ട് ഇത് വളരെ പവിത്രവും വലിയ ശക്തികളുള്ളതുമാണ്. മാർഗശീർഷ് അമാവാസിയെ ബകുള അമാവാസി എന്നും പറയുന്നു. ഇന്ന് നിങ്ങളുടെ ഇഷ്ടദേവൻ പാലിൽ ഉണ്ടാക്കിയ നൈവേദ്യം സമർപ്പിച്ച് കുടുംബാംഗങ്ങളെല്ലാം അത് പ്രസാദമായി സ്വീകരിച്ചാൽ ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ ഇഷ്ടദേവന്റെ അനുഗ്രഹത്തിന് എളുപ്പത്തിൽ പാത്രമാകും. രാജയോഗം ലഭിക്കും. ഇനി ഈ ബകുള അമാവാസി ദിവസം ശുദ്ധമായ വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ 1 സ്പൂൺ കല്ലുപ്പും 1/2 സ്പൂൺ മഞ്ഞളും ചേർത്ത് ഉപ്പ്, സംഗീതം, മഞ്ഞൾ വെള്ളത്തിൽ നന്നായി അലിയുന്നത് വരെ കലക്കി ആ വെള്ളം കൊണ്ട് വീട് മുഴുവൻ വൃത്തിയാക്കണം. അതായത് തുടയ്ക്കണം. ഇങ്ങനെ ബകുള അമാവാസി ദിവസം ചെയ്താൽ ദാരിദ്ര്യ ദേവത വീട്ടിൽ നിന്ന് ഓടിപ്പോകും. ലക്ഷ്മി കടാക്ഷം എളുപ്പത്തിൽ ലഭിക്കും. വീട് വൃത്തിയാക്കാൻ സമയമില്ലാത്തവർ ഒരു പാത്രത്തിലോ ഗ്ലാസ്സിലോ വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും കലർത്തി അതിനുശേഷം ആ വെള്ളം വീട് മുഴുവൻ തളിക്കുക. ഇങ്ങനെ ഉപ്പും മഞ്ഞളും കലർത്തിയ വെള്ളം വീട്ടിലെ എല്ലാ മൂലകളിലും തളിക്കുകയോ അല്ലെങ്കിൽ ആ വെള്ളം കൊണ്ട് വീട് വൃത്തിയാക്കുകയോ ചെയ്താൽ വീട്ടിലെ നെഗറ്റീവ് എനർജി മുഴുവൻ ഇല്ലാതാകും. ഇങ്ങനെ ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യ ദേവതയും ദുഷ്ടശക്തികളും ഇല്ലാതാകും. കഷ്ടപ്പാടുകൾ ഇല്ലാതാകും. കടുത്ത ദരിദ്രനാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്താൽ കുബേരന്മാരായി മാറും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നരദൃഷ്ടി, നരദോഷം, നെഗറ്റീവ് ശക്തികൾ എന്നിവയെല്ലാം പുറത്തുപോകും. വീട് ശുദ്ധമാകും. അങ്ങനെയുള്ള വീട്ടിലേക്ക് ലക്ഷ്മി ദേവി സന്തോഷത്തോടെ കടന്നുവരും. ഒന്നിനും കുറവില്ലാതെ സമ്പത്ത് വർഷിക്കും. എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതാകും. അതിനാൽ എല്ലാവരും ഈ ബകുല അമാവാസി ദിവസം വീട്ടിൽ ഈ വെള്ളം തളിച്ച് അല്ലെങ്കിൽ ഈ വെള്ളം കൊണ്ട് വീട് വൃത്തിയാക്കി നല്ല ഫലങ്ങൾ നേടി സന്തോഷത്തോടെ ജീവിക്കുക. അതുപോലെ ബകുല അമാവാസി ദിവസം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്ര പരിസരത്ത് വീട്ടുടമസ്ഥനോ വീട്ടുടമസ്ഥയോ നാരങ്ങ പുളിഹോര വിതരണം ചെയ്യുന്നത് വഴി ഒരു വർഷത്തേക്ക് ഉത്തമമായ രാജയോഗം ലഭിക്കും. അതുപോലെ നിങ്ങളുടെ അടുത്ത് ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ കുറച്ച് ബാർലി വിത്തുകൾ എടുത്ത് ആ ബാർലി വിത്തുകൾ പാലിൽ കഴുകി അതിനുശേഷം വെള്ളത്തിൽ കഴുകി ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടുക. ബാർലി വിത്തുകൾ ലഭ്യമല്ലെങ്കിൽ ബകുല അമാവാസി ദിവസം തൊണ്ടോടുകൂടിയ 4 തേങ്ങകളും കുറച്ച് കരിയും ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടുക. ഇങ്ങനെ ബകുല അമാവാസി ദിവസം എന്ത് പരിഹാരം ചെയ്താലും നിങ്ങൾക്ക് വർഷം മുഴുവൻ നല്ല ഫലം ലഭിക്കും. ഇന്ന് ഗോമാതാവിനെ പൂജിക്കുന്നത് വഴി മുക്കോടി ദേവതകളെ പൂജിച്ച ഫലം ലഭിക്കും. അതുമാത്രമല്ല, ഇന്ന് ഗോമാതാവിനെ കണ്ടാൽ ആ പശുവിനെ നമസ്കരിച്ച് പ്രദക്ഷിണം
ചെയ്ത് ഈ ആഹാരങ്ങൾ നൽകിയാൽ പലതരം ദോഷങ്ങൾ ഒഴിവാകുകയും തലമുറകളോളം നിലനിൽക്കുന്ന ഐശ്വര്യം ലഭിക്കുകയും ചെയ്യുമെന്ന് വേദശാസ്ത്രങ്ങൾ പറയുന്നു. അതേസമയം ആ ഗോമാതാവിന് ശർക്കര കൊണ്ടുള്ള വിഭവങ്ങളോ അല്ലെങ്കിൽ അരി കൊണ്ടുള്ള വിഭവങ്ങളോ നൽകുന്നത് വഴി ഗോമാതാവിന്റെ അനുഗ്രഹം തീർച്ചയായും ലഭിക്കും. ധനപരമായ പ്രശ്നങ്ങൾ ഇല്ലാതാകും. ഗോമാതാവിന് പച്ചപ്പുല്ല് ആഹാരമായി നൽകുന്നത് വഴി എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുകയും കഷ്ടപ്പാടുകൾ ഇല്ലാതാകുകയും ചെയ്യും. അതുപോലെ പശുവിന് ചോളപ്പൊടിയിൽ ശർക്കര ചേർത്ത് നൽകിയാൽ തലമുറകളോളം നിലനിൽക്കുന്ന സമ്പത്ത് ലഭിക്കും. സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. കുതിർത്ത കടല പശുവിന് നൽകിയാൽ ആത്മീയ ചിന്ത ലഭിക്കും. ദൈവചിന്ത വർദ്ധിക്കും. നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ പശുക്കൾക്ക് വെള്ളരി നൽകേണ്ടി വരും. ഇതിലൂടെ ശത്രുനാശം സംഭവിക്കും. പശുക്കൾക്ക് വെണ്ടയ്ക്ക നൽകിയാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ഏത് കാര്യവും ചെയ്യാനുള്ള ആവശ്യമായ ധൈര്യം ലഭിക്കും. മാനസിക സമാധാനം ആഗ്രഹിക്കുന്നവർ ഒരു തവണയെങ്കിലും പശുവിന് കോവയ്ക്ക നൽകണം. പശുവിന് വാഴപ്പഴം നൽകിയാൽ ഉന്നത പദവി ലഭിക്കും. സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർ പശുവിന് വഴുതനങ്ങ നൽകിയാൽ ഫലം ലഭിക്കും. ബിസിനസ്സിൽ പുരോഗതി ആഗ്രഹിക്കുന്നവർ പശുവിന് ക്യാരറ്റ് നൽകണം. നരദോഷമുള്ളവർ പശുവിന് ഉരുളക്കിഴങ്ങ് നൽകണം. വിവാഹം കഴിയാത്തവർ പശുവിന് തക്കാളി നൽകണം. പശുവിന് ബീറ്റ്റൂട്ടും ചീരയും നൽകിയാൽ ധനികരാകും. ഐശ്വര്യം ലഭിക്കും. ചീരയും ശർക്കരയും ചേർത്ത് പശുവിന് നൽകിയാൽ മാനസിക സമാധാനം നേടാം. പശുവിന് കുതിർത്ത ഉലുവ അങ്ങനെ ചെയ്താൽ തൊഴിലിൽ സ്ഥിരത ലഭിക്കും. അതുകൊണ്ട് ഇന്ന് എല്ലാവരും പശുവിന് ഈ ആഹാരം നൽകുക. ശുഭങ്ങൾ നേടുക. സാധാരണയായി അമാവാസി എന്നാൽ പരിഹാരങ്ങൾക്ക് പ്രസിദ്ധമാണ്. അമാവാസി തിഥികളിൽ നമ്മുടെ ഉള്ളിലുള്ള ദോഷങ്ങളെ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് പരിഹാരങ്ങൾ ചെയ്താലും ഫലം ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലഭിക്കും. കാരണം അമാവാസിയുടെ ശക്തി അത്ര ശക്തമാണ്. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ എത്ര പരിഹാരങ്ങൾ ചെയ്താലും അവയ്ക്ക് ഫലം ലഭിക്കാൻ അല്പം വൈകും. എന്നാൽ അമാവാസി ദിവസങ്ങളിൽ ചെയ്യുന്ന പരിഹാരങ്ങൾക്ക് ഫലം ചില നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ചില മിനിറ്റുകൾക്കുള്ളിൽ ഉടൻ ലഭിക്കും. അതിലും ഈ അമാവാസി എന്നാൽ ലക്ഷ്മിദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇത്തരം അമാവാസി ദിവസം ചെയ്യുന്ന ഈ പരിഹാരം കൊണ്ട് 1000% ഫലം തീർച്ചയായും ലഭിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക. ഈ അമാവാസി ദിവസം വേപ്പ മരത്തിന്റെ അടുത്ത് നിങ്ങൾ ഇത് ഒന്ന് കളയുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിലുള്ള തെറ്റുകളും പ്രശ്നങ്ങളും ദാരിദ്ര്യങ്ങളും എല്ലാം ഒഴിവാകുകയും ആ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്താൽ അഷ്ടൈശ്വര്യങ്ങൾ തീർച്ചയായും സിദ്ധിക്കുകയും ചെയ്യും. മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളാൽ വിഷമിക്കുന്നവരാണ്. ഓരോ വീടിനും ഓരോ പ്രശ്നം, ഓരോ വ്യക്തിക്കും ഓരോ പ്രശ്നം ഉണ്ടാകും. ചിലർ പുറത്ത് പറയും, ചിലർ പറയില്ല. കാരണം പറയാൻ കഴിയാത്ത പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടാകും. പുറത്ത് പറഞ്ഞാൽ എവിടെ നിസ്സാരമായി പോകുമോ, എവിടെ താഴ്ന്നു പോകുമോ, എവിടെ നമ്മളെക്കുറിച്ച് കളിയാക്കി സംസാരിക്കുമോ എന്ന ഉള്ളിൽ ഒതുക്കിവെക്കും. ആ പ്രശ്നങ്ങളെക്കുറിച്ച് ആരോടും പങ്കുവയ്ക്കില്ല. അത്തരം പ്രശ്നങ്ങളെല്ലാം വേപ്പ് മരത്തിനടുത്ത് ചെയ്യുന്ന പരിഹാരത്തിലൂടെ മാറ്റിയെടുക്കാം. വേപ്പ് മരം വളരെ ശക്തിയുള്ളതാണ്. വേപ്പ് മരവും ഒരു ദേവതാ വൃക്ഷമാണ്. വേപ്പ് മരത്തിന് അതീന്ദ്രിയ ശക്തികളും കൂടുതലാണ്. വേപ്പ് മരത്തെ ലക്ഷ്മിദേവിയുടെ രൂപമായും കണക്കാക്കാറുണ്ട്. അതായത് ദേവിയും സീതാദേവിയും ഈ മരത്തിൽ കുടികൊള്ളുന്നു. അത്രയും ശക്തിയുള്ളതാണ് വേപ്പ്. അതുകൊണ്ട് വേപ്പിന്റെ അടുത്ത് ഈ പരിഹാരം ചെയ്താൽ തീർച്ചയായും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ തിന്മകളെ അത് വലിച്ചെടുക്കും. ഈ അമാവാസി ദിവസം കറുത്ത വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ധരിക്കരുത്. അതുമാത്രമല്ല, ഈ ദിവസം മാംസാഹാരം ഒരു കാരണവശാലും പാചകം ചെയ്യാനോ കഴിക്കാനോ പാടില്ല. മുട്ട ഉൾപ്പെടെ ഒന്നും കഴിക്കരുത്. മുട്ടയും നോൺ വെജിന് തുല്യമാണ്.
അതുപോലെ ഈ അമാവാസി തിഥി ദിവസം ആർക്കും കടം കൊടുക്കരുത്. അതുപോലെ കടം വാങ്ങുന്ന പോലുള്ള കാര്യങ്ങളും ചെയ്യരുത്. ഈ അമാവാസി ദിവസം കടം കൊടുത്താലും കടം വാങ്ങിയാലും ആ കടങ്ങൾ ഒരിക്കലും തീരില്ല. അതുമാത്രമല്ല, ഈ അമാവാസി ദിവസം സ്ത്രീകൾ ഉമ്മറപ്പടിയിൽ ഇരുന്ന് കരയുകയോ ഉമ്മറപ്പടിയിൽ ഇരുന്ന് തല ചീക്കുകയോ ഉമ്മറപ്പടിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയോ ഉമ്മറപ്പടിയിൽ ഇരുന്ന് സംസാരിക്കുകയോ ഉമ്മറപ്പടിയിൽ തലവെച്ച് കിടക്കുകയോ പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ദാരിദ്ര്യം വരും അങ്ങനെ. അതുപോലെ ഈ അമാവാസി ദിവസം പാചക എണ്ണയും ഉണങ്ങിയതും മുളക് വാങ്ങി വീട്ടിൽ കൊണ്ടുവരരുത്. ഈ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നാൽ അനാവശ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുപോലെ വേപ്പ് മരത്തിന്റെ പരിഹാരവും നിർബന്ധമായും ചെയ്യുക. നിങ്ങളുടെ വീടിനടുത്തുള്ള വേപ്പ് മരത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള വേപ്പ് മരത്തിന്റെ അടുത്തോ പോയി പരിഹാരം ചെയ്യുക. ഇത് പഴയ കാലങ്ങളിൽ ഗ്രാമങ്ങളിൽ ഓരോ വീട്ടിലും ഓരോ വേപ്പ് മരം ഉണ്ടായിരുന്നു. പണ്ടുകാലത്ത് നമ്മുടെ അമ്മൂമാരുടെയും അപ്പൂപ്പന്മാരുടെയും വീടുകളിൽ നോക്കിയാൽ ഓരോ വീടിന്റെയും മുന്നിൽ ഒരു വേപ്പ് മരം ഉണ്ടായിരുന്നു. വേപ്പ് മരം ഉള്ള വീട് എത്ര ശാന്തവും തണുപ്പുള്ളതുമായിരിക്കുമെന്നാൽ ആ അന്തരീക്ഷം വാക്കുകളിൽ പറയാൻ കഴിയില്ല. അന്ന് നമുക്കറിയാത്തതുകൊണ്ട് ആ സന്തോഷം ശരിയായി ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ നഗരങ്ങളിൽ ഇടുങ്ങിയ വീടുകളിൽ 4 ചുവരുകൾക്കിടയിൽ ജീവിക്കുന്ന നമുക്ക് ആ പച്ചപ്പ്, ആ ശുദ്ധമായ കാറ്റ് എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാകും. വേപ്പ് മരത്തിന്റെ പച്ചപ്പ്, ആ മരം നൽകുന്ന ആരോഗ്യം, തണുത്ത കാറ്റ് എന്നിവ നമുക്ക് ഒരു ഫാനുകൾക്കോ കൂളറുകൾക്കോ എസികൾക്കോ പോലും നൽകാൻ കഴിയില്ല. വേപ്പ് മരം അത്ഭുതകരമായ ഓക്സിജൻ നൽകുന്നു. വേപ്പ് മരത്തിന്റെ ചുവട്ടിൽ കുറച്ചുനേരം ഇരുന്ന ആ കാറ്റ് ശ്വസിച്ചാൽ പോലും നമുക്കുള്ള നൂറുകണക്കിന് രോഗങ്ങൾ കുറയും. അത്രയും ആരോഗ്യകരമായ കാറ്റ് വേപ്പ് മരം നൽകുന്നു. വേപ്പ് മരമുള്ളിടത്ത് ഒരു നല്ല പോസിറ്റീവ് ഊർജം ഉണ്ടാകും. വേപ്പ് മരമുള്ള വീട്ടിൽ വഴക്കുകളും പ്രശ്നങ്ങളും കുറവായിരുന്നു, ആരോഗ്യവും നന്നായിരുന്നു. വേപ്പിലകളും ആയുർവേദപരമായി നമുക്ക് വളരെ നല്ലതാണ്. ഒരു പിടി വേപ്പിലകൾ നിങ്ങൾ അമാവാസി ദിവസം കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള അനാരോഗ്യ പ്രശ്നങ്ങൾ, പിതൃദോഷങ്ങൾ, ശാപങ്ങൾ, ശനിദോഷങ്ങൾ എല്ലാം നീങ്ങി നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും. വേപ്പിലകൾ ചേർക്കുന്നത് വഴി ആ വെള്ളം ശക്തിയുള്ളതായി മാറി നിങ്ങൾക്ക് ആരോഗ്യവും മെച്ചപ്പെട്ട് പുതിയ ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും പുതിയ ആയുസ്സോടെയും നിങ്ങളുടെ ജീവിതം ആരംഭിക്കാൻ സാധിക്കും. അത്ര ശക്തിയുള്ളതാണ് ഈ കുളി. ഇനി വേപ്പ് മരത്തിനടുത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിനായി ആദ്യം നിങ്ങൾ ഒരു വെള്ള പേപ്പർ എടുക്കുക. എടുത്ത ശേഷം ഇവിടെ നോക്കുകയാണെങ്കിൽ ആ പേപ്പറിൽ നിങ്ങളുടെ പ്രശ്നം എഴുതുക. അതായത് നിങ്ങൾ ഏത് പ്രശ്നത്തെക്കുറിച്ചാണ് ഈ പരിഹാരം ചെയ്യുന്നത് ആ പ്രശ്നം എഴുതുക. പണത്തിന് വേണ്ടിയാണോ, അതോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ വഴക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയാണോ, കടങ്ങൾ തീർക്കാൻ വേണ്ടിയാണോ, ഇങ്ങനെ നിങ്ങൾക്ക് ഉള്ള പ്രശ്നം എഴുതുക. എഴുതിയ ശേഷം ആ പേപ്പറിൽ ഒരു സ്പൂൺ കടുക് ഇടുക. ഈ കടുക് വളരെ ശക്തിയുള്ളതായതുകൊണ്ട് ഒരു സ്പൂൺ കടുക്, അതുപോലെ ഒരു സ്പൂൺ കല്ലുപ്പ്, അതായത് കല്ലുപ്പ് എന്ന് പറയില്ലേ, അത് ഒരു സ്പൂൺ ഇടുക. അതിനുശേഷം ഒരു നുള്ള് കുങ്കുമം ഇടുക. കുങ്കുമം നമുക്ക് ചുവപ്പ് നിറത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ അമാവാസി ദിവസം നരദൃഷ്ടിയെയും തിന്മയെയും ഇല്ലാതാക്കാൻ ഇത് വളരെ ഉപയോഗപ്രദമാണ്. ഇവയോടൊപ്പം ഉണക്കമുളക് ചേർക്കുക. 4 ഉണക്കമുളക് മതി. ആ ഉണക്കമുളകും നന്നായി ആ പേപ്പറിൽ ഇടുക. നമ്മുടെ പൂർവികർ മുൻപ് ഉപ്പും ഉണക്കമുളകും ഉപയോഗിച്ച് ദൃഷ്ടിദോഷം നീക്കിയിരുന്നു. കുട്ടികൾക്ക് പനി പോലുള്ള അസുഖങ്ങൾ വന്നാലും ദൃഷ്ടിദോഷം നീക്കിയിരുന്നു. ദൃഷ്ടിദോഷം നീക്കിയാൽ ഉടൻ തന്നെ ആ പനി കുറയുമായിരുന്നു. അതുകൊണ്ട് അവ വളരെ ശക്തിയുള്ളവയാണ്. ഉണക്കമുളക് ചുവപ്പ് നിറത്തിൽ ഉള്ളവയാണ്. അവ ദോഷങ്ങളെ നന്നായി നീക്കം ചെയ്യും. ഇങ്ങനെ ഈ പേപ്പറിൽ നിങ്ങളുടെ പ്രശ്നം എഴുതി ഒരു സ്പൂൺ കടുക്, ഒരു സ്പൂൺ കല്ലുപ്പ്, ഒരു നുള്ളു കുങ്കുമം, 4 ഉണക്കമുളക് എന്നിവയെല്ലാം ആ പേപ്പറിൽ ഇടുക. ഇവിടെ കാണുന്നതുപോലെ ആ പേപ്പറിൽ നിങ്ങളുടെ പ്രശ്നം ചുവന്ന സ്കെച്ച് പേന കൊണ്ട് എഴുതണം. ഓർക്കുക, ചുവന്ന സ്കെച്ച് പേന കൊണ്ട് നിങ്ങളുടെ പ്രശ്നം എഴുതി ആകെ 5 സാധനങ്ങൾ ഇടുക.
അതായത് കറുത്ത കടുക്, കല്ലുപ്പ്, ഒരു നുള്ളു കുങ്കുമം, 4 ഉണക്കമുളക്. ഈ 5 സാധനങ്ങളും ആ പേപ്പറിൽ ഇടുക. ഇട്ട ശേഷം കെട്ടി, അതിനുശേഷം ഈ കെട്ട് എടുത്ത് നിങ്ങൾ വേപ്പ് മരത്തിന്റെ അടുത്തേക്ക് പോകണം. നിങ്ങൾ വൈകുന്നേരം സന്ധ്യാസമയത്ത്, അതായത് ഏകദേശം 4 മണി മുതൽ 6 മണി വരെ പോകണം. നിങ്ങൾ വേപ്പ് മരത്തിന്റെ അടുത്തേക്ക് പോയി ആ കെട്ട് കയ്യിൽ പിടിച്ച് നിങ്ങളുടെ സങ്കല്പം പറയണം. നിങ്ങൾക്ക് ഉള്ള ദുരിതങ്ങൾ മാറണം, കഷ്ടപ്പാടുകൾ ഇല്ലാതാകണം എന്ന് പറഞ്ഞ് വേപ്പ് മരം ദേവിയുടെ രൂപമാണ്. അതുകൊണ്ട് ആ അമ്മയോട് പറഞ്ഞ് നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും വലത്തുനിന്ന് ഇടത്തോട്ട് 3 തവണയും ഇടത്തുനിന്ന് വലത്തോട്ട് 3 തവണയും ആ കെട്ട് നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും കറക്കി ആ വേപ്പ് മരത്തിന്റെ അടുത്ത് ആ കെട്ട് ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ വീട്ടിലേക്ക് പോകണം. അമാവാസി ദിവസം വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ നിങ്ങൾ ഈ പരിഹാരം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും. ഓർമ്മിക്കുക, അമാവാസി ദിവസം വൈകുന്നേരം 4 മണിക്ക് ഈ പരിഹാരം ചെയ്യുക. വീട്ടിലുള്ള വേപ്പ് മരത്തിന്റെ അടുത്ത് ഈ പരിഹാരം ചെയ്യരുത്. പുറത്തുള്ള മരത്തിനടുത്ത് മാത്രമേ ഈ പരിഹാരങ്ങൾ ചെയ്യാവൂ. അതുപോലെ അമ്പലത്തിനകത്തുള്ള മരത്തിനടുത്തും ഈ പരിഹാരം ചെയ്യരുത്. അമ്പലത്തിന് പുറത്തായിരിക്കണം, റോഡിന്റെ അരികിലായിരിക്കണം, വീടിന് പുറത്തായിരിക്കണം. ആ മരത്തിനടുത്ത് ഈ പരിഹാരം ചെയ്യണം. പൊതി മരത്തിനടുത്ത് ഇടുന്നതിന് മുമ്പ് വേപ്പ് മരത്തിൽ തൊട്ട് നമസ്കരിച്ച് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ വേപ്പ് മരത്തിന് ഒരു ചെമ്പ് വെള്ളം ഒഴിച്ച് ആ വേപ്പ് മരത്തിന് ചുറ്റും 11 പ്രദക്ഷിണം ചെയ്ത് അതിനുശേഷം നിങ്ങളുടെ സങ്കല്പം പറഞ്ഞ് പൊതിയുമായി നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും വലത്തുനിന്ന് ഇടത്തോട്ട് 3 തവണയും ഇടത്തുനിന്ന് വലത്തോട്ട് 3 തവണയും തിരിച്ച് ആ വേപ്പ് മരത്തിന്റെ ചുവട്ടിൽ പൊതിയിട്ട് തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് പോവുക. ഇതിൽ ചേർത്ത ഓരോ കാര്യവും വളരെ ശക്തിയുള്ളതാണ്. കടുക് ദൃഷ്ടിദോഷം ഇല്ലാതാക്കും. അവ കറുത്ത നിറത്തിലാണ്. അമാവാസി ദിവസവും കറുപ്പാണ്. അത് ഉടൻ തന്നെ ദോഷങ്ങളെ ഇല്ലാതാക്കും. വളരെ ശക്തിയുള്ളതാണ് കടുക്. അവ ചെറുതായിരിക്കും. അതുപോലെ ഉപ്പ് ദൃഷ്ടിദോഷം ഇല്ലാതാക്കാനും ദോഷങ്ങളെ നീക്കാനും വളരെ ഉപയോഗപ്രദമാണ്. കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഇത് ഇല്ലാതാക്കും. കുങ്കുമം മംഗളകരവും ശുഭകരവുമാണ്. ഉണക്കമുളകിന് നല്ല എരിവുണ്ടാകും. അതുപോലെ നമുക്കുള്ള എത്ര വലിയ പ്രശ്നങ്ങളെയും എരിവുള്ള പ്രശ്നങ്ങളെയും ഉണക്കമുളക് നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കും. അതിനാൽ ഇവയെല്ലാം ഒരു കെട്ടാക്കി ദൃഷ്ടി ഒഴിഞ്ഞുമാറ്റി വേപ്പുമരത്തിന്റെ ചുവട്ടിൽ ഉപേക്ഷിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോകുക. വീട്ടിലേക്ക് പോകുമ്പോൾ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മറക്കാതെ ശുചിയായി കൈകളും കാലുകളും കഴുകി പ്രവേശിക്കുക. സാധിക്കുമെങ്കിൽ കുളിക്കുക. ഇങ്ങനെ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഒരു നല്ല പോസിറ്റീവ് മാനസികാവസ്ഥ വരും. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകും. നിങ്ങൾക്ക് സാമ്പത്തികമായി പണം ലഭിക്കുന്നതും വളരെ സമാധാനപരമായിരിക്കുന്നതും കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നത്, വീട് അനുകൂലമായി മാറുന്നത്, നിങ്ങൾ ഏത് പ്രശ്നമാണോ മാറണമെന്ന് പേപ്പറിൽ എഴുതിയത് ആ പ്രശ്നം തീർച്ചയായും മാറുന്നത് സംഭവിക്കും. പണം ലഭിക്കുന്നത്, നിങ്ങളുടെ കടങ്ങൾ തീരുന്നത്, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ സൗഹൃദം വർദ്ധിക്കുന്നത്, ദൃഷ്ടിദോഷം മാറുന്നത്, ഇങ്ങനെയുള്ളതെല്ലാം സാക്ഷാൽ ആ ദേവിക്ക് സമർപ്പിച്ചതുപോലെ നടക്കും. ദേവി തന്നെ നിങ്ങൾക്ക് പ്രശ്നം നീക്കം ചെയ്യുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. ഈ പരിഹാരം നിങ്ങളുടെ വിധി മാറ്റിയെഴുതാൻ വളരെ ശക്തമാണ്. ഈ അമാവാസി വളരെ ശക്തമായതിനാൽ തീർച്ചയായും ഇത് ഉപയോഗിക്കുക. കാരണം ഇത്തരം ഒരു ദിവസം വീണ്ടും വീണ്ടും വരില്ല. മനുഷ്യന്റെ ദൃഷ്ടിക്ക് കല്ലുകൾ പോലും തകർന്നു പോകുമെന്ന് പറയാറുണ്ട്. അത്തരം ഭയങ്കരമായ നരദൃഷ്ടിയെയും നിങ്ങളുടെ മേലുള്ള ദൃഷ്ടിയെയും നിങ്ങളുടെ വീടിന്മേലുള്ള ദൃഷ്ടിയെയും അതുപോലെ നിങ്ങളുടെ മേലോ നിങ്ങളുടെ വീടിന്മേലോ ആരെങ്കിലും ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യാൻ ഈ പരിഹാരം വളരെ അത്ഭുതകരമായി പ്രവർത്തിക്കും. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാവുന്നതാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തുവരിക. ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ആരോടും പറയരുത്. പറഞ്ഞാൽ നമ്മുടെ വാക്കുകളിലൂടെ അതിനുള്ള ശക്തിയെല്ലാം നഷ്ടപ്പെടും.
അതുകൊണ്ട് രഹസ്യമായി ചെയ്യേണ്ട ഒരു പരിഹാരമാണിത്. അതിനാൽ നിങ്ങളും ഈ ശക്തിയേറിയ അമാവാസി ദിവസം വേപ്പ് മരത്തിനടുത്ത് ഈ ചെറിയ ലളിതമായ പരിഹാരം ചെയ്ത് നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒഴിവാക്കി സന്തോഷത്തോടെ ജീവിക്കുക. വളരെ ശക്തിയേറിയ ഈ അമാവാസി ദിവസം ഈ 2 വസ്തുക്കൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നാൽ മതി. തലമുറകളോളം തീരാത്ത ഐശ്വര്യം വരും. 7 തലമുറകൾക്ക് മതിയായ സ്വത്ത് വരും. ലക്ഷ്മി ദേവി സ്ഥിരമായി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും. ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്കുള്ള ദോഷങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഇല്ലാതാകും. കാരണം ഈ അമാവാസി സാധാരണമായ ഒന്നല്ല, വളരെ ശക്തിയേറിയതാണ്. ലക്ഷ്മി ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ അമാവാസി. ഈ 2 സാധനങ്ങളും എല്ലാ ദിവസവും വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കും. ഈ ശുക്ര അമാവാസി ദിവസം ഏതൊക്കെ സാധനങ്ങളാണ് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. ആ സാധനങ്ങളിൽ ആദ്യത്തേത് കല്ലുപ്പ്. വെള്ളിയാഴ്ച ഉപ്പ് വാങ്ങുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അമാവാസിയോടുകൂടിയ വെള്ളിയാഴ്ച കല്ലുപ്പ് വാങ്ങിയാൽ 1000 ഇരട്ടി ഫലം ലഭിക്കുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. അതിനാൽ ഈ അമാവാസി ആരും നഷ്ടപ്പെടുത്തരുത്. ഇന്ന് 20 രൂപ കൊടുത്ത് ഒരു കല്ലുപ്പ് പാക്കറ്റ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്നത് വഴി ആ ഉപ്പ് പാക്കറ്റിന് പിന്നിൽ ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിലേക്ക് വരും. നിങ്ങളുടെ വീട്ടിലുള്ള കഷ്ടപ്പാടുകളെല്ലാം ഇല്ലാതാകും. തലമുറകളോളം നിലനിൽക്കുന്ന ഐശ്വര്യവും സമ്പത്തും ലഭിക്കും. തിരിച്ചെടുക്കാനാവാത്ത രാജയോഗം ലഭിക്കും. അപാരമായ ഐശ്വര്യ യോഗം സിദ്ധിക്കും. ഇങ്ങനെ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്ന കല്ലുപ്പിനെ കറികളിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദൃഷ്ടി ദോഷം മാറ്റാൻ പ്രത്യേകം വെച്ച് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപ്പിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ അമാവാസി ദിവസം മാത്രം തീർച്ചയായും ഒരു ഉപ്പ് പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവരിക. വെളുത്തുള്ളി ഉപ്പ്, കല്ലുപ്പ്, ഡിജിറ്റൽ സാൾട്ട് എന്നിങ്ങനെ ഉപ്പിനെ പല പേരുകളിൽ വിളിക്കുന്നു. ഇതിനെ നമ്മൾ നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ദൃഷ്ടി ദോഷം മാറ്റാൻ ഉപയോഗിക്കാറുണ്ട്. പാചകത്തിൽ ഉപയോഗിക്കാറുണ്ട്. ലക്ഷ്മിദേവിയോടൊപ്പം ഉപ്പും സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടായതെന്നും അതുകൊണ്ട് ഈ ഉപ്പ് ലക്ഷ്മിദേവിക്ക് വളരെ ഇഷ്ടമാണെന്നും ശാസ്ത്രങ്ങളിൽ പറയുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ അമാവാസി ദിവസം തീർച്ചയായും ഒരു ഉപ്പ് പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവരിക. രണ്ടാമത്തെ വസ്തു എന്താണെന്ന് വെച്ചാൽ ഉഴുന്ന്. അതെ, ഈ അമാവാസി ദിവസം ഉഴുന്ന് അല്ലെങ്കിൽ ഉഴുന്നുപരിപ്പ് വാങ്ങി കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതിനകമുണ്ടെങ്കിൽ പോലും ഇന്ന് 1 കിലോ അല്ലെങ്കിൽ അര കിലോ ഉഴുന്ന് വാങ്ങിക്കൊണ്ടുവരിക. ഇന്ന് ഉഴുന്ന് വാങ്ങുന്നത് വളരെ നല്ലതാണ്. ഉഴുന്ന് വാങ്ങി അടുക്കളയിൽ വെച്ചാൽ വളരെ വിശേഷപ്പെട്ട ഫലം ലഭിക്കും. വളരെ അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കും. ധന ആകർഷണം വർദ്ധിക്കും. ഗ്രഹദോഷങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തുകടക്കാൻ സാധിക്കും. തലമുറകളോളം നിലനിൽക്കുന്ന ഐശ്വര്യം ലഭിക്കും. അതിനാൽ ഇന്ന് എങ്ങനെയായാലും ഉഴുന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവരിക. ഇന്ന് ഈ 2 വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നാലും ആവശ്യം ഉള്ളവർ ഈ 2 വസ്തുക്കളും വാങ്ങി കൊണ്ടുവന്നാലും എല്ലാ ശുഭങ്ങളും ലഭിക്കും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിക്കും. ഈ 2 വസ്തുക്കളോടൊപ്പം ഇന്ന് പടികയും വാങ്ങി കൊണ്ടുവരാം. പടികയെ ആലം എന്നും പറയും. ഇത് പൂജാ സ്റ്റോറുകളിൽ ലഭിക്കും. പുറത്ത് ചില കടകളിലും പലചരക്ക് കടകളിലും ഇത് ലഭിക്കും. പടിക കട്ടകൾ എവിടെയും വിൽക്കാറുണ്ട്. ഇന്ന് 1/4 കിലോ പടിക കട്ട വാങ്ങി വീട്ടിൽ കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവരുന്നത് വഴി വളരെ വലിയ കഷ്ടപ്പാടുകളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. കാരണം വെളുത്ത നിറത്തിലുള്ള ഈ പടിക എന്നാൽ ലക്ഷ്മിദേവിക്ക് വളരെ ഇഷ്ടമാണ്. അതിനാൽ ഇന്ന് പടിക വീട്ടിൽ കൊണ്ടുവരിക. അങ്ങനെ
കൊണ്ടുവന്ന പടികയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുകൾ വെച്ച് ഒരു ചുവന്ന തുണിയിൽ വെച്ച് കെട്ടി നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ അടുത്ത് കെട്ടുക. ഇങ്ങനെ കെട്ടുന്നത് വഴി നിങ്ങളുടെ വീടിന്മേലുള്ള ദുഷ്ടശക്തി, നരദൃഷ്ടി, നരകണ്ണ് എല്ലാം ഇല്ലാതാകും. അതിനാൽ സാധിക്കുന്നവർ പടികയും വാങ്ങിക്കൊണ്ടുവന്ന് ശുഭഫലങ്ങൾ നേടുക.